കോഴിക്കോട് നല്ലളത്തെ സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിയെ തടയുമെന്ന് തൊഴിലാളികൾ. സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ഛത്തീസ്ഗഡിലെ കമ്പനി പ്രതിനിധികൾ ഇന്ന് നല്ലളത്ത് എത്താനിരിക്കെയാണ് തൊഴിലാളി സമരം കടുപ്പിക്കുന്നത്. പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രതിരോധം. കോഴിക്കോട് നല്ലളത്തെ സ്റ്റീൽ കോംപ്ലക്സ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ വഴി ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 30 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. 300 കോടി വിലമതിക്കുന്ന സ്ഥാപനത്തിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ തിട്ടപ്പെടുത്താൻ ഏറ്റെടുത്ത കമ്പനി പ്രതിനിധികൾ സ്റ്റീൽ കോംപ്ലക്സിലേക്ക് എത്താനിരിക്കെയാണ് നാട്ടുകാരും ജീവനക്കാരും പ്രതിരോധം തീർക്കുന്നത്. ഞങ്ങളെ തൊഴിലും കൂലിയും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചിട്ട് ഈ കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെയുള്ള തൊഴിലാളികൾ ഇവിടെ 21 പേര് ഇനി ശേഷിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേര് ഡെപ്യൂട്ടേഷനിൽ പോയ ആളുകളും ബാക്കി കമ്പനിക്കകത്തുണ്ട്. അപ്പോൾ അവരെ ജോലിയും കൂലിയും നഷ്ടപ്പെടുത്തുന്ന ഈ ഒരു പ്രവണത ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉപരോധ സമരം നടക്കുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. നേരത്തെ സംയുക്ത സമരസമിതി സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ കമ്പനി പ്രതിനിധികളെ തടഞ്ഞിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച സംരക്ഷണം നേടിയ ശേഷമാണ് പുതിയ നീക്കം. എന്ത് വില കൊടുത്തും ഇത് ചെറുക്കുമെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ഇപ്പോൾ നിലവിൽ ഇതിന് സ്റ്റേ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തും കൊണ്ട് സർക്കാരിൻ്റെ വാദം എല്ലാം കേട്ട് അതിനൊരു പരിഹാരം വരുന്നത് വരെ ഞങ്ങളിവിടെ ഈ കേന്ദ്രത്തിലുണ്ട്. അപ്പോൾ അത് മാനിച്ചുകൊണ്ട് ഈ കമ്പനി പിന്മാറിപ്പോകുക നല്ലതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ഈ സമരത്തിൻ്റെ മുമ്പിലുണ്ടാവും. അതേസമയം കമ്പനി പൊതുമേഖലാ സ്ഥാപനമായി നിലനിർത്തുമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. റിപ്പോർട്ടർ, കോഴിക്കോട്. നമ്മൾ നല്ലളത്തേക്ക് തന്നെ പോവുകയാണ്. അവിടെ സ്വകാര്യ കമ്പനി പ്രതിനിധികളെ തടയാൻ തൊഴിലാളികൾ അവിടെ സംഘടിച്ചെത്തിയിരിക്കുന്നു. പോലീസുമായി ഉന്തും തള്ളുമാണ് ഉണ്ടായിരിക്കുന്നത്. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. തൊഴിലാളികളും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവുമാണ് കാണുന്നത്. ഛത്തീസ്ഗഡിലെ കമ്പനി പ്രതിനിധികൾ നല്ലളത്തെത്താനിരിക്കെയാണ് തൊഴിലാളികൾ സമരം കടുപ്പിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളും പിന്തുണയുമായി ഇവർക്കൊപ്പം എത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പോലീസ് ഇവരെ തടയാനെത്തിയതോടെ ഇപ്പോൾ വാക്കേറ്റവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരിക്കുകയാണ്. രൂക്ഷമായ വാക്കേറ്റം ദൃശ്യങ്ങളിൽ കാണാം. സാനിയോ മനോമി നൽകും വിവരങ്ങൾ. സാനിയോ, ഈ ഛത്തീസ്ഗഡിലെ കമ്പനി പ്രതിനിധികൾ അല്പസമയത്തിനകം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുന്നേ തന്നെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ഈ തൊഴിലാളികൾ. അതെ, കമ്പനി പ്രതിനിധികൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനു മുൻപ് ഈ സമരക്കാരെ മാറ്റാനാണ് പോലീസ് ഇവിടെ എത്തിയത്. പക്ഷേ ഒരു തരത്തിലും ഈ കമ്പനിയുടെ പ്രതിനിധികളെ ഉള്ളിലേക്ക് കയറ്റിവിടില്ല എന്നാണ് സമരക്കാർ പോലീസിനോട് പറയുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ഉന്തും തള്ളും അതുപോലെ മുദ്രാവാക്യം വിളികളും ഒക്കെ കാണുന്നത്. സ്റ്റീൽ കോംപ്ലക്സിൽ പ്രവേശിക്കുന്നതിന് കമ്പനി പ്രതിനിധികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇവിടെ സംരക്ഷണം നൽകാനായി എത്തിയിരിക്കുന്നത്. സ്വകാര്യ കമ്പനി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുക്കാനുള്ള ശ്രമം നടന്നിരുന്നാൽ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് ഇന്നത്തേക്ക് മാറ്റിയത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഇവിടെ സമരം നടക്കുകയാണ്. ഏതായാലും വലിയ സമരമാണ്. 30 കോടിയോളം നൽകാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ കമ്പനി ലോ ട്രിബ്യൂണൽ ഉത്തരവിട്ടത്. 300 കോടി രൂപയോളം വിലമതിക്കുന്ന സ്റ്റീൽ കോംപ്ലക്സ് 30 കോടി രൂപയ്ക്ക് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ചെന്നൈയിലെ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ സ്റ്റീൽ കോംപ്ലക്സ് ഭൂമി അന്യാധീനപ്പെടുത്തുന്നത് തടഞ്ഞിരുന്നു. എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വത്തുവകകൾ ഏറ്റെടുക്കുന്ന നടപടികൾ തുടരാൻ സ്വകാര്യ കമ്പനി തീരുമാനിക്കുന്ന സാഹചര്യമുണ്ടായത്. ക്ഷമിക്കണം. വിവരങ്ങൾ നൽകുക. ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതിഷേധവുമായി എത്തിയ തൊഴിലാളികളെ പോലീസ് മാറ്റാൻ ശ്രമിക്കുകയാണ്. കമ്പനിയുടെ വക്താക്കൾ അവിടെ എത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധവുമായി എത്തിയ തൊഴിലാളികളെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്, വാർത്തയിലേക്ക് തിരിച്ചെത്തണം.